ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ഒന്നല്ല ഗൈസ്, കുറച്ചധികം പേർക്കുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സോൾവ് ചെയ്യാൻ പോകുന്നു. വേറെ ഒന്നല്ല ഗൈസ്, ഇപ്പോൾ കുറേ പേർക്കുള്ള പ്രോബ്ലമാണ് നമ്മൾ ലോങ്ങിലുള്ള എനിമീസിനെ കാണുന്നില്ല, അതുപോലെ തന്നെ അടുത്തുള്ള എനിമീസിനെ കാണുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. മീൻസ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഗ്രാഫിക്സ് കാര്യങ്ങൾ, നമ്മുടെ ഫ്രീ ഫയറിലെ ഗ്രാഫിക്സിനെയൊക്കെ പറ്റുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ ചില കുറേ മെമ്പേഴ്സിന് ഇപ്പോൾ ഗ്രാഫിക്സ് കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, ഫുള്ള് ലോ ഗ്രാഫിക്സിലാണ് ചിലവരൊക്കെ കളിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഹൈ ഗ്രാഫിക്സിലോട്ട് മാറ്റി HD ഗ്രാഫിക്സ് എങ്ങനെയാണ് ആക്കി ഒരു 4K ഒക്കെ എങ്ങനെ ആക്കിയെടുക്കുക എന്നതിനൊക്കെ പറ്റുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇനിയിപ്പോൾ ഒരു വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാത്തവരാണ് ഇപ്പോൾ ഇന്ന് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, കൂടെ ചാനൽ സബ് അടിക്കാത്തവരാണ് ഇപ്പോൾ നമ്മുടെ ചാനലിനെ സബ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ ഏതായാലും ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ച് വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി, ABCD എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പ്രശ്നം വേറൊന്നുമില്ല ഗൈസ്, ഗ്രാഫിക്സ് ലോ ഗ്രാഫിക്സ് ആണ്. രണ്ടാമത്തെ B എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഗ്രാഫിക്സ് കുറച്ച് മെച്ചുവറായിട്ട്, അത് C ആണെങ്കിൽ കുറച്ചും കൂടെ ആയിരുന്നു. അപ്പോൾ D ആണെങ്കിൽ നോക്കിയിട്ട് നല്ല ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി. P എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ്, കുറേ പേർക്ക് ഉണ്ടാവും നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ലോബിയുടെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇമോട്ട് കാര്യങ്ങളൊക്കെ ഇടുന്നത് കാണാൻ പറ്റും മറ്റുള്ളവർ, മീൻസ് നമ്മുടെ എനിമീസ്, നമ്മുടെ ടീമേറ്റ് ഒക്കെ. പക്ഷേ അവന്മാർ നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ട് ഇതേപോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ കളിക്കുന്ന സമയത്ത് തന്നെ അവന്മാർ ഇമോട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലംസും ഇപ്പോൾ ഈ കാണിച്ചിരുന്ന ഗ്രാഫിക്സിൻ്റെ പ്രോബ്ലംസൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാൻ നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പിലുള്ള ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലുള്ള ഒന്നാമത്തെ ഹൈ അല്ല, ഏറ്റവും ഫസ്റ്റ് കാണുന്നുണ്ട് സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള, അതിലിട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സ്മൂത്തിലിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ ഇമോട്ടൊന്നും കാണത്തില്ല, അതുപോലെ തന്നെ എനിമീസിന് നമുക്ക് പെട്ടെന്ന് കാണത്തില്ല. അപ്പോൾ ഈ ഗ്രാഫിക്സ് കുറവാണെന്നുള്ളത് പറയുന്നവരൊക്കെ ഇത് ഈ ഒരു മിസ്റ്റേക്ക് വെച്ചുകൊണ്ട് മാത്രമാണ് അവരുടെ ഗ്രാഫിക്സ് കാര്യങ്ങൾ കുറഞ്ഞ് ഈ സ്മൂത്തിലിടുന്നുണ്ട്. അപ്പോൾ ഈ സ്മൂത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കളിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതാ ഗ്രാഫിക്സ് വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഗ്രാഫിക്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റേതിനേക്കാളും ഒന്നുകൂടെ മെച്ചുറായിട്ടുള്ള ഗ്രാഫിക്സ്, മീൻസ് ഒന്നുകൂടെ ക്ലിയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നേരത്തെ വീഡിയോ ക്ലിപ്പ് ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾ വെച്ച് ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡേർഡിലിട്ട് കളിക്കാൻ ശ്രമിക്കുക. ഇതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഉപകാരം വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ്, നിങ്ങളിടുന്ന ഇമോട്ട്, മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ചിലർക്കുണ്ടാവും ചില പ്രശ്നങ്ങൾ, വേറെ എനിമീസൊക്കെ ഇടുന്ന ഇമോട്ട്, ഇപ്പോൾ നമ്മൾ ഫ്രണ്ടൊക്കെ അവരുടെ ടീമൊക്കെ ആയി കഴിഞ്ഞാൽ അവരുടെ ഇമോട്ട് കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ ഇതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമോട്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. പക്ഷേ സാധാരണ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് നമ്മൾ സ്മൂത്തിലിട്ട് കഴിഞ്ഞാൽ എനിമീസും നമ്മുടെ ടീമേറ്റൊന്നും കളിക്കുന്ന സമയത്ത് ഇമോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ സ്റ്റാൻഡേർഡിലെങ്കിലും ഇട്ട് കളിക്കാൻ ശ്രമിക്കുക. ഇതിൽ കുറച്ചുകൂടി ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ അടുത്ത ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും വേറെ ഇതുമില്ല ഗൈസ്, നമ്മൾ അടുത്ത ഗ്രാഫിക്സ് എന്ന് നമ്മൾ അൾട്ര എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, നീ കുറച്ച് ആനിമേഷൻസും കിൽ എഫക്ട്സും അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സായാലാണ് ആനിമേഷൻസ് കില്ല് എന്താ നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. മീൻസ് നമ്മളിപ്പോൾ ഫയറിൻ്റെ സമയത്ത് നമ്മളൊരു എനിമി ഓപ്പോസിറ്റ് നിന്ന് അടിക്കുകയാണെങ്കിൽ നമ്മൾ അവന്മാർക്ക് നമ്മളെ അല്ല അവന്മാരടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക, ബുള്ളറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്താ ചെടികളുടെ ആയാലും അതിൻ്റെ നിഴൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഷാഡോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു എനിമി അടിക്കുകയാണെങ്കിൽ അവന്മാർ അടിക്കുന്ന ബുള്ളറ്റ്സൊക്കെ നിങ്ങൾ അടുത്ത കൂടെയൊക്കെ പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഗ്രാഫിക്സ് നല്ല ഹൈ ഗ്രാഫിക്സ് കാര്യങ്ങളായിട്ട് കളിക്കാൻ പറ്റുന്നതായിരുന്നു നമ്മൾ ഈ അൾട്ര എന്ന് പറയുന്നത്. അപ്പോൾ അൾട്രയിലൊക്കെ ഇട്ട് കളിക്കുകയാണെങ്കിൽ കുറച്ച് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഇട്ടും നമുക്ക് എല്ലാത്തിനെ അപേക്ഷിച്ച്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഈ മാക്സ് എന്ന് പറയുന്ന സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇട്ടാൽ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് വേറെ ഇതിലൊക്കെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ നല്ല ഹൈ ഗ്രാഫിക്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടാൽ മനസ്സിലാവും ഫസ്റ്റത്തേനെ നമ്മളിപ്പോൾ കാണിച്ചതിനൊക്കെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാത്തിനെ അപേക്ഷിച്ച് നല്ല രീതിക്ക് ഗ്രാഫിക്സ് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് സോണിലാണെങ്കിൽ നമ്മുടെ മിന്നൽ പോലുള്ള, മീൻസ് നമ്മുടെ ഇടിവാൾ, മീൻസ് മിന്നൽ എന്നൊക്കെ പറയും, ഞങ്ങൾ അവിടെ ഇടിവാൾ എന്ന് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറിച്ചത് കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടുക. മിന്നലടിക്കും, മിന്നലൊക്കെ നിങ്ങൾക്ക് സോണിൽ കാണാൻ പറ്റുന്ന രീതിക്ക് ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ റീലോഡിങ്ങിലായാലും ഗണ്ണിൻ്റെയൊക്കെ സ്വിച്ചിങ്ങിലായാലും നല്ല രീതിക്ക് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക ഗ്രാഫിക്സ് ആണ് നമ്മളെ മാക്സിലിടുകയാണെങ്കിൽ. അപ്പോൾ മാക്സിലൊക്കെ ഇട്ട് കളിക്കുന്നവരുടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഇട്ടാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ റാം അനുസരിച്ചും ലാഗ് അനുസരിച്ചും നിങ്ങൾ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ലാഗ് ഇനി നിങ്ങൾക്ക് ആയിരിക്കും കുറയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി കാണാൻ താല്പര്യമുള്ളവരുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്ത് ആ ബെൽ ബട്ടനും കൂടെ നോളം സെറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.